ഇപ്പോൾ നോക്കൂ, എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? നമുക്ക് ദീപക്കിനോടൊന്ന് ചോദിച്ചു നോക്കാം. ദീപക്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ദൗത്യസംഘം എത്തിയോ? അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, നേരത്തെ പ്രേക്ഷകർ ചിലർ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെയുള്ള ആളുകൾ, നവാസ് അടക്കമുള്ള മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പറയുന്നത് ആ ഭാഗം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു. ട്രീ വാലിയുടെ താഴെയുള്ള ഭാഗം, ഈ മദ്രസയുടെ ഭാഗം, അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ പല വീടുകളും അവിടെ കാണാനേ ഇല്ല എന്നുള്ളതാണ്. അത് മുഴുവൻ ഈ പുഴയെടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ ഇരുവരിഞ്ഞിപ്പുഴ തന്നെയാണോ ഈ രൗദ്രഭാവം പൂണ്ടവിടെ എത്തിയത്? അരുൺകുമാർ, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഇരുവഞ്ഞിപ്പുഴയുടെ ആവിർഭാവം. ഇവിടെ നിന്നാണ് ഈ നദി പ്രഭവസ്ഥാനം. ഇവിടെ നിന്ന് ഒഴുകിയിട്ടാണ് പിന്നീട് മലപ്പുറം ജില്ലയിലേക്ക് എത്തുന്നതോടുകൂടി ചാലിയാറായി മാറുന്നത്. നേരത്തെ ഈ മണ്ണിടിച്ചിൽ, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഈ ട്രീ വാലി റിസോർട്ടിന് തൊട്ട് താഴെയുള്ള, അതായത് നേരത്തെ ഈ മുണ്ടക്കൈ LP സ്കൂളിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ പള്ളിയും മദ്രസയും ഉണ്ട്. ആ ഭാഗത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആ ഭാഗമെല്ലാം തന്നെ മുഴുവൻ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുന്നു. ആ ഭാഗത്തുകൂടി അതായത് മണ്ണ് വന്ന് നിറഞ്ഞ പ്രദേശത്തോടു കൂടി മുൻപോട്ടേക്ക് പോകുന്നത് രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി നേരിടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ ആളുകൾ അങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഈ LP സ്കൂൾ, മുണ്ടക്കൈ സ്കൂളിന്റെ എതിർവശത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ എത്തിയിട്ടുള്ളത്. സ്കൂളിന്റെ പരിസരം വരെ എത്തി. എനിക്കൊരു സ്കൂളിന്റെ ദൂരം മുതൽ ഈ ട്രീ വാലി റിസോർട്ട് നിൽക്കുന്ന സ്ഥലം വരെ എത്ര ദൂരം ഉണ്ടാവും? നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാം, അതായത് ഒരു ഇടതുഭാഗത്തായാണ് ഈ സ്കൂളുള്ളത്. സ്കൂളിനോട് ചേർന്നുള്ള ഭാഗം എല്ലാം തന്നെ ഉരുൾപൊട്ടൽ ഇടിച്ചും താഴോട്ട് പോയി. അതിന് മുകളിലായിട്ടാണ്, തൊട്ട് മുകളിലായിട്ട് പള്ളി കാണാം. പള്ളിയോട് ചേർന്നാണ്, പള്ളിയുടെ തൊട്ട് മുകൾ ഭാഗത്തായാണ് ഈ ട്രീ വാലി റിസോർട്ട്. ഒരിക്കൽ കൂടി അവിടെയുള്ള നമ്മുടെ ഈ റെസ്ക്യൂ ടീമിനോട് പറയേണ്ടത് 4-5 സ്പോട്ടുകളിൽ നിന്ന് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അതിലൊന്ന് ട്രീ വാലിയാണ്, രണ്ടാമത്തെ സ്ഥലം ഈ മദ്രസയാണ്, മൂന്നാമത്തേത് അമ്പലമാണ്, 4 ബസ് സ്റ്റാൻഡാണ്, 5 ഈ ചൂരൽമലയ്ക്കും ഈ മുണ്ടക്കൈ ഗ്രാമത്തിനും ഇടയ്ക്കുള്ള പ്രദേശമുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നത് ഇത് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ TVയുടെ വിവിധ ക്യാമറ കണ്ണുകളിലൂടെ, അത് പ്രത്യേകിച്ച് ആകാശ ദൃശ്യങ്ങൾ കൂടി, ഏറ്റവും ഒടുവിൽ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ഗ്രാമം നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിവിടെ ധാരാളം വീടുകളുണ്ടായിരുന്നു, ധാരാളം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. ആ സ്ഥലമെല്ലാം ദുരന്തഭൂമി, ഒരു മരുഭൂമിയായി ആ അർത്ഥത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ഒരു പ്രളയഭൂമിയായത് എങ്ങനെ തീർന്നിരിക്കുന്നു എന്നതാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി ഈ കാഴ്ചയിലൂടെ പ്രേക്ഷകർക്ക് അളന്നെടുക്കാൻ സാധിക്കും. അത്രയും വലിയ ദുരന്തമാണ്. ഒരു ചെറിയ പുഴയായി ഇരുവഴിഞ്ഞിപ്പുഴ തുടങ്ങുന്നത് ഈ മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്. എന്നാൽ ആ വീടും ആ പരിസരവും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇതിലെ 1.25 മുതൽ തുടങ്ങിയ 3 തുടർച്ചയായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതെയായി തീർന്നത്. കഥാവശേഷമാവുക എന്ന് പറയുന്ന പദപ്രയോഗം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമം കഥാവശേഷമായി, അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം താറുമാറിലായി. പലരും ഒറ്റപ്പെട്ടു, പലരും ഓടി ഒളിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കയ്യിൽ കിട്ടിയതുമൊക്കെയായി അവർ ഓടി എത്തിയ സ്ഥലങ്ങൾ, അതിൽ മദ്രസയുണ്ട്, പള്ളിയുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളിക്കൂടങ്ങളുണ്ട്.